കുറച്ചുകൂടെ ഒന്ന് കറുപ്പിക്കാം. അവന്തിമോള് തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും 5 പൈസ മുതൽ മുടക്കില്ലാതെ പെട്ടെന്ന് പണക്കാരനാവേണ്ട ഒരു വഴി ഇത് തന്നെ ഉള്ളൂ. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇവിടെ ആകുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്. അമ്മാ തായേ, വല്ലതും തരണേ. അമ്മാ തായേ. യോ യോ ഏഹ് അമ്മ അച്ഛ വല്ലതും തരണേ, ഞാനൊരു പിച്ചക്കാരൻ. യോ 2 നാളായി ഭക്ഷണം കഴിച്ചിട്ട്, ഞാനൊരു പിച്ചക്കാരൻ. അമ്മ അച്ഛ വല്ലതും തരണേ, ഞാനൊരു പിച്ചക്കാരൻ. കൂടുതലില്ലേ, കുറവുണ്ടെങ്കിലും കുഴപ്പമില്ല. യോ യോ ATM-ൽ ഞാൻ പോകാറില്ല, റേഷൻ കടയിൽ പോകാറില്ല. വീട്ടിലാണേൽ ഭാര്യയുമുണ്ട്, തല തെറിച്ച മക്കളുമുണ്ട്. വീട്ടിലാണേൽ ഭാര്യയുമുണ്ട്, തല തെറിച്ച മക്കളുമുണ്ട്. തല തെറിച്ച മക്കളെ ദാരിദ്ര്യം തീർക്കാൻ നിനക്ക് എന്താ? നിനക്ക് എന്തിവിടെ കേസ് അന്വേഷണം വല്ലതും ഉണ്ടാ? എടാ നീ എവിടെ പോയാലും ജീവിക്കാൻ സമ്മതിക്കില്ല. നിനക്ക് എന്ത് പറ്റി മുഖത്ത്? സൂര്യതാപം അല്ലേ ആറ്റാ? ഇല്ല. പിന്നെന്ത് ഈ കട്ട വെയിലടിച്ച് കറുത്തിരിക്കുന്നു നീ? അല്ല, മേക്കപ്പ് ഒക്കെ ഇട്ടോ പിച്ചക്കാരനായിട്ട്. നീ പിച്ചക്കാരനായിട്ട്? ഓ അല്ല, അതിരിക്കട്ടെ. അളിയ എന്തിവിടെ പറ. ഞാൻ പിച്ചക്കാരനായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നതാ. ജീവിച്ചോണ്ടിരിക്കണ ഇപ്പൊ ജോലി എന്തിനു പറയാ? എൻ്റെ അവസ്ഥ കണ്ടില്ലേ നീ? എടാ ഇൻകം ടാക്സ് റെയ്ഡെന്നും പറഞ്ഞ് 5 പൈസ വരുമാനം ഇല്ലാത്ത കമ്പനിയിൽ ഇന്നലെ റെയ്ഡ് വന്നേക്കണം അവന്മാർ. അതിൻ്റെ പേരിൽ 50,000 രൂപ കൊണ്ടടച്ച്. ഇന്നലെ വേറെ കറണ്ട് ബില്ല് 6,000 രൂപ. ഇതൊക്കെ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കൂടാ? അതുകൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഈ പണിക്ക് ഇറങ്ങി. കിട്ടണതാവട്ട് 6,000 രൂപ ഏത് പുല്ല് ആരെ പറ്റിച്ച് ഞാൻ കൊണ്ട് അടയ്ക്കുമെന്നാണ് ആലോചിക്കണത്. അളിയ അതേ അവസ്ഥ തന്നെ എൻ്റെ. എന്ത് നിനക്കെന്തൊരു ഗുരു? ഒരു കല്യാണം കഴിഞ്ഞ് ഒരു നിവർത്തിയില്ല. അവർക്ക് കാതുകൂത്തും കല്യാണവും പ്രസവവും എല്ലാം മാസം എത്ര രൂപ ചിലവാണത്. കയ്യിൽ 5 പൈസ ഇല്ല. നീ അപ്പൊ തെണ്ടാൻ ഇറങ്ങിയ? പിന്നെ അല്ല. എടാ തെണ്ടി ഒരുമാതിരി തെണ്ടിത്തരം കാണിക്കല്ലേ? എടാ മനുഷ്യനെ ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കില്ലടാ നീ? എനിക്ക് ഒരു ജോലി വേണ്ട. ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ട് ആളിന്നാണ് പറ. ഇത്രയും വെയിലടിക്കുന്ന സമയത്ത് നമ്മളെ അത് തന്നെ ഞാൻ ചോദിക്കണേ. എനിക്കൊരു കോമ്പറ്റീറ്റർ ആയിട്ട് നീ എന്തിന് ഫീൽഡിൽ ഇറങ്ങി? ഞാൻ ഇത് കഞ്ഞി പിടിച്ച് ജീവിക്കട്ടെ. അതേ റൂട്ടിൽ നീ എന്തിനു വന്നത്? അളി ഇവിടെ ഉണ്ടോ ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ വേറെ എവിടെയെങ്കിലും പോയി ATM-ന്റെ ഫ്രണ്ടിൽ പോ, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോ. അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നവർ മറ്റേ ഭക്തിപൂർവ്വം എന്തെങ്കിലും തരും. അല്ലെങ്കിൽ ATM-ൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് ഇറങ്ങുന്നവർ വല്ലതും തരും. ആ പുല്ലൊക്കെ പോയി വാങ്ങിയിട്ട് എൻ്റെ കഞ്ഞുകൂടി എന്തിനാ മുറ്റി? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചു. അളി അവിടെയൊക്കെ പേരിക്കാൻ പറ്റുന്ന എന്തിനാ ഇവിടെ വന്നിരിക്കണത്? ഞാൻ ഇന്നലെയും മെനിഞ്ഞാന്നും അവിടെ ആയിരുന്നു. ഇന്നും ചെന്നിരുന്ന അവന്മാർ എന്നെ അടിച്ചു അടിക്കൂലേ? ഇപ്പൊ അവർക്കും അസോസിയേഷനൊക്കെ ഉണ്ട്. കളക്ഷൻ എങ്ങനെയുണ്ട്? കളക്ഷൻ ഇന്നലെ മറ്റേ ATM-ന്റെ അവിടെ നിന്ന് ഇന്നലെ ഒരു 600 രൂപ കിട്ടി. പിന്നെ മറ്റേ അമ്പലത്തിന്റെ അവിടെ നിന്ന് മെനിഞ്ഞാന്ന് ഒരു 800 രൂപ കിട്ടി. അപ്പൊ പിന്നെ ഇന്നലെ അമ്പലത്തിന്റെ അവിടെ ഇരുന്നൂടി? എടാ എന്നും ചെന്നിരുന്ന അസോസിയേഷൻ ഉണ്ടെന്ന്. ഓരോ ദിവസം പോകുമ്പോൾ മേക്കപ്പ് ഇട്ട് മാറിപ്പോണം. ആ മേക്കപ്പിന്റെ പൈസ തന്നെ മുതലാവണില്ല. ഞാൻ കുറെ കരിവാരി തേച്ചാ. ഇത് മറ്റേ ഇതാണ് പാൻ കേക്ക്. അത് ഞാൻ ഇവിടെ ഫാൻസി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചു 100 രൂപ. അതും പോയി. മറ്റേ ബാവണ്ണന്റെ കടയില്ലേ? ഇല്ല, ഇവിടുത്തെ ബേക്കറിയിൽ 5 രൂപയുള്ള കേക്ക്. എടാ ബാവണ്ണന്റെ കടയിൽ പോടാ. അവിടെ 100 രൂപ കേക്ക്. തിന്നണ കേക്കല്ല. പിന്നെ ഇതൊക്കെ മേക്കപ്പ് ഇടാനുള്ള സാധനമുണ്ട്. നീ കറിച്ചട്ടിയിൽ നിന്നൊന്നും വാരി തേക്കരുത്. ആ സാധനം ഇളവി പോവില്ല അതൊന്നും. ശരി, നീ ബാവണ്ണനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു. എനിക്കൊരു കാര്യം ചെയ്യും. എനിക്കൊരു പാട്ട് പറഞ്ഞു. അളി ഇപ്പൊ പാടിക്കൊണ്ടിരുന്നു. അതൊരു പാട്ട്. എൻ്റെ പാട്ട് തരൂല. അത് വേണ്ട, വേറെ പാട്ട് മതി. വേറെ പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിച്ചക്കാരനാണ് വല്ലതും തരണേ. പാട്. പിച്ചക്കാരനാണ് ബൗ 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 അല്ല, വല്ലതും തരണേ. വല്ലതും തരണേ.